PM ശ്രീയിൽ മുഖ്യമന്ത്രിയും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും കൂടിക്കാഴ്ച നടത്തും. വൈകുന്നേരം 3:30 ആലപ്പുഴയിലാണ് കൂടിക്കാഴ്ച. മുഖ്യമന്ത്രിയുമായി സംസാരിക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. നല്ല വാർത്തകൾ വരുമെന്ന് P. സന്തോഷ് കുമാർ MPയും പ്രതികരിച്ചു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് ആലപ്പുഴയിൽ തുടങ്ങി. വിജിൻ വായന്തോട് വിവരങ്ങളുമായി ചേരുന്നു. വിജിൻ, ഈ PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് CPM സെക്രട്ടേറിയറ്റ് തീരുമാനിക്കാനുള്ള കാരണം എന്താണ്? അജിൻസ് അല്പസമയം മുമ്പ് സമാപിച്ച സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇക്കാര്യത്തിൽ CPIയുമായി അനുനയനം ചർച്ച നടത്താനുള്ള ഫോർമുല തയ്യാറാക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. LDF യോഗം ചേരും. അതിലൊരു സബ് കമ്മിറ്റിയെ രൂപീകരിക്കാനുള്ള തീരുമാനത്തിലേക്ക് CPM എത്തിയിരിക്കുന്നു. ഇക്കാര്യം CPI അറിയിക്കും. ഒപ്പം തന്നെ പദ്ധതി നടപ്പിലാക്കില്ല. നമ്മൾ ഇന്നലേക്ക് വിദ്യാഭ്യാസ മന്ത്രി നൽകിയ വിവരങ്ങൾ അടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പിലാക്കില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു. അതേ നിലപാടിലേക്ക് CPM എത്തിയിരിക്കുന്നു. ഒരു തരത്തിലും ഇനി ഉദ്യോഗസ്ഥ തലത്തിൽ ഫയൽ നീക്കം വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തിയിരിക്കുന്നു. സബ് കമ്മിറ്റി വിശദമായി ചർച്ച ചെയ്യും. LDF യോഗവും ഇക്കാര്യത്തിൽ വിശദമായ ചർച്ച നടത്തും. അതിനുശേഷം സബ് കമ്മിറ്റി രൂപീകരിക്കുകയും സബ് കമ്മിറ്റി വിശദമായി ചർച്ച ചെയ്ത ശേഷമായിരിക്കും ഏതെങ്കിലും തരത്തിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. MOU എന്തായാലും റദ്ദാക്കാൻ കഴിയില്ല. അതുമായി തന്നെ മുന്നോട്ട് പോകും. പക്ഷേ പദ്ധതിയുമായി ഇനി കൂടുതൽ മുന്നോട്ട് പോകേണ്ടതില്ല, വേഗത്തിൽ മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. മറ്റ് നടപടിക്രമങ്ങൾ ഒന്നും ഇനി നടത്തേണ്ടെന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകാൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർദ്ദേശം നൽകിയ കാര്യം CPI അറിയിക്കുകയാണ് ചെയ്യുക. എന്തായാലും MOയിൽ നിന്ന് പിന്നോട്ട് പോകാൻ നിലവിൽ കഴിയില്ല എന്ന കാര്യം ബോധ്യപ്പെടുത്താനാണ് ശ്രമിക്കുക. ഒപ്പം തന്നെ പദ്ധതിയുമായി മുന്നോട്ട് പോകില്ലെന്ന കൃത്യമായ നിലപാട് അത് CPI അറിയിക്കും. അങ്ങനെ അനുനയപാത തുറക്കാനുള്ള തീരുമാനത്തിലാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് വൈകിട്ട് 3:30 മുഖ്യമന്ത്രി ബിനോയ് വിശ്വവുമായി ആലപ്പുഴയിൽ കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഇക്കാര്യങ്ങളൊക്കെ വിശദീകരിക്കും. ഒപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദനും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി ചർച്ച നടത്തും. ഒപ്പം തന്നെ മുഖ്യമന്ത്രി മന്ത്രിമാരുമായും ആശയവിനിമയം നടത്തും എന്നുള്ള തീരുമാനത്തിലേക്കാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തിയിരിക്കുന്നത്. ഇക്കാര്യം ഒരുപക്ഷെ CPI അംഗീകരിക്കാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഈ ബിനോയ് വിശ്വം CPM അറിയിച്ച കാര്യങ്ങൾ വിശദീകരിക്കും. ആ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ വേഗത്തിൽ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്കായിരിക്കും CPIയും എത്തുക. കടുത്ത നിലപാടുകൾ സ്വീകരിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് CPIയും എത്തും. അങ്ങനെ കുറച്ച് ദിവസങ്ങളായി LDFൽ തുടരുന്ന വലിയ തരത്തിലുള്ള പ്രതിസന്ധി അതിന് അയവിടാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ ഇപ്പോൾ കാണുന്നത്. മുഖ്യമന്ത്രി എന്തായാലും 3:30 നടത്തുന്ന കൂടിക്കാഴ്ചയോടുകൂടി ഇതിൽ ഒരു സംയമന പാതയിലേക്ക് പോകാം എന്നുള്ള തീരുമാനത്തിലേക്ക് CPI എത്താനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും 1.5 മണിക്കൂറോളം നീണ്ടുനിന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്തു. തിടുക്കത്തിൽ എന്തിന് MOU ഒപ്പിട്ടു എന്ന കാര്യം ഉൾപ്പെടെ മുഖ്യമന്ത്രി തന്നെ യോഗത്തിൽ വിശദീകരിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ഏകദേശം 971 കോടി രൂപ അത് SSKക്ക് ലഭിക്കാനുണ്ട്. സാമ്പത്തികമായി ഒരുപാട് പ്രതിസന്ധികളുണ്ട്. പല വിഹിതങ്ങളും ഇപ്പോഴും കേന്ദ്ര സർക്കാർ നൽകാതിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ 971 കോടി രൂപ എന്നത് വലിയ തുകയാണ്. വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള പദ്ധതികൾക്കായി അത് ഉപയോഗിക്കേണ്ടതുണ്ട്. 2 വർഷമായി SSKയിലെ അധ്യാപകർക്കും ജീവനക്കാർക്കും ഉൾപ്പെടെ ഈ ശമ്പളം പോലും മുടങ്ങുന്ന സാഹചര്യമുണ്ടായി. ഇതൊക്കെ ഒഴിവാക്കാൻ ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കലല്ലാതെ മറ്റ് മാർഗമില്ലായിരുന്നു. അത് മന്ത്രിസഭാ യോഗത്തിലും LDFലും ചർച്ച ചെയ്താൽ അത് നീണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് വകുപ്പ് തീരുമാനിച്ച് വകുപ്പ് തന്നെ നേരിട്ട് ഒരു തീരുമാനമെടുത്ത് MOU ഒപ്പിടട്ടെ എന്നുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി തന്നെ നൽകിയത്. സർക്കാർ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന കാര്യം മുഖ്യമന്ത്രി തന്നെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട്. അക്കാര്യങ്ങൾ ഒക്കെ കൂടി ചർച്ച ചെയ്താണ് CPIയുമായി ഈ ഇത്തരത്തിലുള്ള ഒരു അനുനയ ഫോർമുല ഉണ്ടാക്കിയിരിക്കുന്നത്. അത് CPI അറിയിക്കാനാണ് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ SSKയുമായി ബന്ധപ്പെട്ട 971 കോടി രൂപ അത് ലഭ്യമാകും എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ അക്കാര്യം കൂടി CPIയെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമായിരിക്കും മുഖ്യമന്ത്രി നടത്തുക.